ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നലെ മണിക്കൂറുകളായിട്ടുള്ളൂ അതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇറാൻ അവരുടെ ഈ യുദ്ധത്തിൽ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് അവർക്ക് ഈ യുദ്ധത്തിൽ ലഭിച്ചു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഗൈസ്, ആ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ് ഒക്കെ തന്നെയാണ് ഇറാന് ലഭിച്ചത്. വേറൊന്നുമല്ല, അമേരിക്കയുടെ രണ്ട് ഫൈറ്റർ ജെറ്റുകൾ ഇറാൻ അടിച്ച് നിലംപരിശാക്കിയിരുന്നു. പക്ഷേ ആ ഒരു ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ് അത് അവർക്ക് നിലനിർത്തിക്കൊണ്ടു പോകാനായിട്ട് ഇപ്പൊ കഴിയുന്നില്ല. അത് എന്തോ ഒരു പൈലറ്റിനെ ഓൾറെഡി ഇന്നലെ യു എസും ഇസ്രായേലും ചേർന്നിട്ട് റെസ്ക്യൂ ചെയ്തെടുത്തു. പക്ഷെ അതിനുശേഷം ഒരു പൈലറ്റ് അതിൽ മിസ്സിംഗ് ആയിരുന്നു. ആ പൈലറ്റിനെ ഇപ്പോ അമേരിക്ക കണ്ടുപിടിച്ചിരിക്കുകയാണ്. അവർ കണ്ടുപിടിച്ചു, അവരെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോയി. ഇപ്പോ പൈലറ്റ് സേഫ് ആയിട്ടിരിക്കുന്നു. അപ്പോ ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഏകദേശം ഈ രണ്ട് എയർക്രാഫ്റ്റുകൾ തകർന്നു എന്ന് പറഞ്ഞ അമേരിക്കനെ കുറെ പേര് കളിയാക്കുന്നുണ്ട്. പക്ഷെ അത്രക്കാണ് കളിയാക്കേണ്ട ആവശ്യമില്ല. കാരണം ഇറാന്റെ ബോർഡറിന്റെ ഉള്ളിൽ കയറിയിട്ടാണ് ഇവർ ഈ അറ്റാക്ക് മുഴുവൻ നടത്തിയിരിക്കുന്നത്. അപ്പോ ഞാനിപ്പോ അവർ ഫ്ലൈ ചെയ്തേക്കണ കണക്ക് നോക്കുമ്പോൾ ഏകദേശം 13,000 സോർട്ടീസ് അവർ നടത്തിയിട്ടുണ്ട്. 13,000 സോർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം പോവുക, ടാർഗറ്റ് ഹിറ്റ് ചെയ്യുക, റിട്ടേൺ വരാം. അങ്ങനെ 13,000 തവണ സോർട്ടീസ് ഈ എയർക്രാഫ്റ്റുകൾ ഇറാന്റെ ഉള്ളിൽ നടത്തിയിട്ടുണ്ട്. അപ്പോ നമുക്ക് എന്താ സംഭവിച്ചതെന്ന് നോക്കാം. അതായത് F-15 ഫൈറ്റർ ജെറ്റ് ശരിക്കും ഒരു മിസൈൽ കേന്ദ്രത്തെ അറ്റാക്ക് ചെയ്യാനായിട്ട് അതിൽ GBU-28 ബങ്കർ ബസ്റ്റർ ബോംബായിട്ട് പോകുന്ന സമയത്താണ് അറ്റാക്കിൽ പെടുന്നത്. ഈ ഫൈറ്റർ ജെറ്റ് വളരെ താഴ്ന്നു പറന്നു. കാരണം ഈ താഴ്ന്നു പറക്കുമ്പോൾ ഈ ഫൈറ്റർ ജെറ്റുകൾക്ക് ടാർഗറ്റ് പെട്ടെന്ന് ലോക്ക് ചെയ്യാനായിട്ട് പറ്റും, കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ ഒരുപക്ഷെ അമേരിക്കൻ സൈനികർ പൈലറ്റുമാർ വിചാരിച്ചിട്ടുണ്ടാവും മുഴുവൻ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും തകരാറിലായ കാരണം അവർക്കൊന്നും പറ്റില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ ഒരുപക്ഷെ താഴ്ന്നു പറഞ്ഞത്. പക്ഷേ എങ്ങനെയാണെങ്കിലും ഒരു റഡാർ സിസ്റ്റത്തിന്റെ ഹൊറിസോണിലേക്ക് ഈ എയർക്രാഫ്റ്റ് വരികയും അത് ലോക്ക് ചെയ്യപ്പെട്ടു. അതിനെ ഇറാൻ ഹിറ്റ് ചെയ്തു. പക്ഷെ ഇറാന്റെ ഹിറ്റ് കൊള്ളണേക്കാട്ട് മുമ്പ് ശരിക്കും പറഞ്ഞാൽ ഇറാൻ രണ്ട് മിസൈലുകളാണ് തൊടുത്തത്. ആ രണ്ട് മിസൈലുകളിൽ ഒരു മിസൈല് എയർക്രാഫ്റ്റിന്റെ ഉള്ളിൽ ഉള്ള ഫ്ലയർ ഉപയോഗിച്ചിട്ട് അതിനെ കത്തിച്ചു കളഞ്ഞു, ഇന്റർസെപ്റ്റ് ചെയ്തു. പക്ഷെ രണ്ടാമത്തെ മിസൈൽ വന്നിട്ട് അങ്ങനെ എയർക്രാഫ്റ്റ് പൂർണ്ണമായിട്ട് നശിച്ചുപോയി. രണ്ട് പൈലറ്റുമാരുണ്ടായിരുന്നു. ഒരു പൈലറ്റ് സീറ്റ് ഉൾപ്പെടെ ഇജക്റ്റ് ആയി, അയാളെ നമ്മൾ റെസ്ക്യൂ ചെയ്തു. പക്ഷെ ഓപ്പറേഷൻ പൈലറ്റ് എന്ന് പറയും. ഈ പൈലറ്റ് ഗുരുതര പരിക്കുകളോടെയാണ് ഇപ്പൊ റെസ്ക്യൂ ചെയ്ത് അമേരിക്ക എടുത്തേക്കുന്നത്. അപ്പോ ഇതിന് ഇറാൻ ഉപയോഗിച്ചേക്കുന്നത് സർഫസ് ടു എയർ മിസൈലുകൾ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട മിസൈലാണ്. അപ്പോ ഈ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഫ്ലയർ എന്ന് പറയുന്ന സാധനം ശരിക്കും പറഞ്ഞാല് പ്രത്യേകിച്ച് ഈ ഫോർത്ത് ജനറേഷന്റെ മീതേക്കുള്ള ഫൈറ്റർ ജെറ്റുകളിലെല്ലാം ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ്. അതായത് ഇവരുടെ ഈ ഫൈറ്റർ ജെറ്റുകളെ എതിർ രാജ്യത്തൊരു റഡാറ് കണ്ടെത്തിയിട്ട് ലോക്ക് ചെയ്ത് മിസൈൽ അയച്ചു കഴിഞ്ഞാൽ ഹിറ്റ് കിട്ടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ പൈലറ്റുമാര് ഈ ഫ്ലയറുകളെ വിമാനത്തിന്റെ ഉള്ളിൽ നിന്ന്, അതായത് എയർക്രാഫ്റ്റിന്റെ ഉള്ളിൽ നിന്ന് റിലീസ് ചെയ്യും. അപ്പോൾ ഈ ഫ്ലയറുകൾക്ക് ഇന്റർസെപ്റ്റ് ചെയ്യാനായിട്ട് വരുന്ന മിസൈലുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും. അങ്ങനെ എയർക്രാഫ്റ്റിന് കിട്ടേണ്ട ഹിറ്റിൽ നിന്ന് ഈ ഫ്ലയർ പോയിട്ട് ഹിറ്റ് ചെയ്തിട്ട് ഫ്ലയർ നശിച്ചു പോകും, എയർക്രാഫ്റ്റ് രക്ഷപ്പെടും. പക്ഷെ ഇവിടെ ഇറാൻ രണ്ടെണ്ണം ഉപയോഗിച്ച കാരണം യുഎസിന്റെ ഫൈറ്റർ ജെറ്റിന് രക്ഷപ്പെടാനായിട്ട് സാധിച്ചില്ല. ഒരെണ്ണം ഹിറ്റ് ചെയ്തു, ഒരെണ്ണം ഫ്ലയർ തടുത്തു. അമേരിക്ക ഈ സൈനികരെ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോയതിലല്ല കാര്യം. ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഇറാന്റെ അവസ്ഥ എത്ര ദയനീയമാണെന്ന് ഈ ഓപ്പറേഷനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നോക്കൂ, നിങ്ങൾ നോക്കിക്കോളൂ, ഏകദേശം 48 മണിക്കൂർ അപകടം കഴിഞ്ഞതിന് ശേഷമാണ്, ഇപ്പോൾ 48 മണിക്കൂറിന് ശേഷമാണ് ഈ സൈനികനെ അമേരിക്ക രക്ഷപ്പെടുത്തി എടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? അതായത് നമ്മുടെ ഇപ്പൊ ഇത്ര പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യത്ത്, ഇറാൻ എന്ന രാജ്യത്ത് ഏകദേശം 9 കോടി ആളുകളുണ്ട്. അതുകൂടാതെ ബൗണ്ടി അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ സൈനികനെ കണ്ടെത്തി കൊടുക്കുകയോ അല്ലെങ്കിൽ ജീവനോടെ കൊന്നുകളയുകയോ വെടിവെച്ച് കൊന്നുകളയുകയോ ചെയ്യുന്ന ഇറാനികൾക്ക് എന്ത് ചെയ്യും? 9 കോടി രൂപയോ 10 കോടി രൂപയോ വലിയ പ്രൈസ് മണിയാണ് ഓഫർ ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാവരും ഇദ്ദേഹത്തിന് വേണ്ടി തെരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഇടയിൽ നിന്ന് അതും 48 മണിക്കൂറുകൾക്ക് ശേഷം അമേരിക്ക ആ നഷ്ടപ്പെട്ടു പോയ പൈലറ്റിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകണം. അത് ഉണ്ടാകേണ്ടത് മൊസാദിന്റെ നേർക്കാണ്. കാരണം മൊസാദ് ഇവിടെ കറക്റ്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടാവും. കാരണം അമേരിക്ക ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ തന്നെ മൊസാദിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും, ഇൻഫോർമേഷൻ കൈമാറിയിട്ടുണ്ടാവും. നമുക്കറിയാം ഇറാന്റെ ഉള്ളിൽ നല്ല രീതിയിൽ ആഴത്തിലേക്ക് മൊസാദ് അരിച്ചിറങ്ങിയിട്ടുണ്ട്. അവർ ഈ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഉടനെ തന്നെ ഈ സൈനികനെ റെസ്ക്യൂ ചെയ്ത് ഏതോ സേഫസ്റ്റ് പ്ലേസിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നീട് അവിടെ നടന്ന രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ഒരു നാടകമാകാനാണ് സാധ്യത. പക്ഷേ ഒരു ദിവസത്തിന് ശേഷം വീണ്ടും ഈ പൈലറ്റിനെ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്തിട്ട് അമേരിക്കനെ കൊണ്ടുപോയി. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മൊസാദ് എത്രമാത്രം ഇറാന്റെ ഉള്ളിൽ ഡേഞ്ചർ ആണെന്നുള്ള കാര്യം. ഇത് നിങ്ങൾ ഉറപ്പിച്ചോളൂ. ഔദ്യോഗികമായിട്ട് വിവരങ്ങളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 90% ആകുവാനുള്ള സാധ്യത ഇതിൽ മൊസാദിന്റെ കറുത്ത കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ 48 മണിക്കൂറിന് ശേഷം ഇത്രയും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയൊരു സൈനികനെ വീണ്ടെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രാപ്യമാണ്.
പിന്നെ ഒരു കാര്യം കൂടി നമ്മളിവിടെ മനസ്സിലാക്കണം. ഇവിടെ അമേരിക്കൻ സൈനികന് ഓരോ സൈനികനും കിട്ടുന്ന ഉറപ്പ്, അതായത് അവർ ആ ഫ്ലൈറ്റ് എടുത്ത് പോകുമ്പോൾ കിട്ടുന്ന ഒരു ഉറപ്പ് ഇവിടെ പ്രകടമാണ്. അതായത് നീ ഫ്ലൈറ്റ് കൊണ്ട് പോയിട്ട് എവിടെയെങ്കിലും വീണ് പോയാൽ ഞങ്ങൾ നിന്നെ ഉപേക്ഷിക്കില്ല, ഞങ്ങൾ അവിടെ തേടി വരും എന്നുള്ളത്. കാരണം ഈ സൈനികനെ രക്ഷിക്കാനായിട്ട് ഇവര് ഒരു ഏട്ടൻ കളഞ്ഞിട്ടുണ്ട്. അതായത് ഈ എഫ് 15 അപകടത്തിൽ പെട്ടു എന്ന് അറിഞ്ഞ ഉടനെ തന്നെ അല്ല വേറെ മിഷനിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന അമേരിക്കയുടെ ഏട്ടൻ വാർത്തോഡ് എന്ന് പറഞ്ഞ ഫൈറ്റർ ജെറ്റിനെ ഈ പ്രദേശത്തേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ ആ ഫൈറ്റർ ജെറ്റ് വന്ന് ഇവരെ രക്ഷിക്കാനായിട്ട് നോക്കുന്ന സമയത്താണ് ആ ഫൈറ്റർ ജെറ്റിനും വെടിയേൽക്കുന്നത്. നമുക്കറിയാം 2 ഫൈറ്റർ ജെറ്റ് തുടരെയായിട്ട് ഇറാന്റെ വെടിയേറ്റു. പക്ഷെ ആ ഫൈറ്റർ ജെറ്റ് എന്ത് ചെയ്തു? ആ ഫൈറ്റർ ജെറ്റ് പൂർണ്ണമായിട്ടും തകർന്നു പോയി. പക്ഷെ പൈലറ്റ് രക്ഷപ്പെട്ടു. ഇറാനിൽ ഈ F-15 എന്ന ഫൈറ്റർ ജെറ്റ് തകർന്നു വീണത് ഇറാനിലാണ്. പക്ഷെ ഏട്ടൻ എന്ന് പറഞ്ഞ ഫൈറ്റർ ജെറ്റ് തകർന്നുവെങ്കിലും അതിന്റെ എഞ്ചിൻ പൂർണ്ണമായിട്ട് തകർന്നിട്ടുണ്ടായില്ല. അത് നേരെ പേർഷ്യൻ ഗൾഫിൽ കടലിടുക്കിൽ പോയിട്ട് അവിടെ തകർന്നു വീണു. അവിടെ നിന്നും പൈലറ്റിനെ രക്ഷപ്പെടുത്തി അമേരിക്ക കൊണ്ടുപോയി. അപ്പോ അവരുടെ ഒരു ഡെമോക്രസിയുടെ മഹത്വമാണത്. അതായത് ഒരാളെങ്കിൽ ഒരാൾ ആ ഒരാളെ ഉപേക്ഷിക്കാതെ റെസ്ക്യൂ ചെയ്തിട്ട് അമേരിക്ക കൊണ്ടുപോയി. അതിനുവേണ്ടി അവര് അതിനുശേഷം റെസ്ക്യൂ മിഷനിൽ പങ്കെടുത്ത അവരെ ഹോങ് എന്ന് പറഞ്ഞ ഒരു ഹെലികോപ്റ്റർ അപകടം പറ്റിയിട്ടുണ്ട്. F-35 എന്ന് പറഞ്ഞ ഫൈറ്റർ ജെറ്റിന് വെടിയേറ്റിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താ കാണിക്കുന്നത്? F-35 ഒക്കെ നമുക്കറിയാലേ, ഏകദേശം $100 മില്യൺ ആണ് അതിന്റെ വില വന്നത്. അപ്പോ ഒരു സൈനികന് വേണ്ടി അവർ കൊടുക്കുന്ന വില. ഇവിടെയാണ് തീവ്രവാദികളും ഡെമോക്രാറ്റിക് കൺട്രികളും തമ്മിലുള്ള വ്യത്യാസം വന്നത്. കാരണം അവർ എന്ത് വില കൊടുത്തു? അതായത് ശക്തമായ മെസ്സേജാണ് ഇവിടെ കൊടുക്കുന്നത്. വി വോണ്ട് ലെറ്റ് യു ഗോ ദെയർ ഓർ വി വോണ്ട് ലെറ്റ് യു ബോയ്ക്കോട്ട് ദെയർ. അതായത് ഞങ്ങൾ പുറകെ ഉണ്ടാവുന്ന കൊടുക്കണ ഉറപ്പാണ് ഇപ്പോ അമേരിക്കൻ സൈന്യം ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് 48 മണിക്കൂറിന് ശേഷം ആ സൈനികനെ കൊണ്ടുപോയി. പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ F-15 എന്ന് പറഞ്ഞത് F-15 എന്ന് പറയുമ്പോൾ ശരിക്കും ഈ F-15 എന്ന് പറയുന്നത് 4.5 സ്റ്റെൽത്ത് കാറ്റഗറിയിൽ പെട്ടിരിക്കുന്ന എയർക്രാഫ്റ്റ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 0.5 കൂടി മാറി കഴിഞ്ഞാൽ 5th ജനറേഷനായി അവരുടെ ഏറ്റവും പ്രസ്റ്റേജ് ആയിട്ടുള്ള F-35 ഒപ്പത്തണ ഫൈറ്റർ ജെറ്റ് തന്നെയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ കൺസിഡർ ചെയ്യാം. പക്ഷേ നമുക്കറിയാം വാർ മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. പണ്ട് ഇപ്പൊ ഇതില് എടുത്തു പറയേണ്ടത് ഈ സ്റ്റെൽത്ത് എന്ന് പറഞ്ഞ കപ്പാസിറ്റി റഡാറുകളെ വെളുപ്പിക്കാനേ പറ്റുള്ളൂ അത് വെച്ചിട്ട്. പക്ഷെ ഇവിടെ ഇറാൻ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഫ്രാറെഡ് മിസൈലുകളാണ്. ഇൻഫ്രാറെഡ് മിസൈലുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? എൻ്റെ ഒരു മുന്നത്തെ വീഡിയോയിൽ ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ തരാം. അതായത് റഡാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഫൈറ്റർ വരുമ്പോൾ അതിന്റെ റഡാറിന്റെ സിഗ്നലിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് തിരിച്ചു വരുന്ന വേവുകളെ നോക്കിയിട്ടാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിന് സ്റ്റെൽത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് റഡാറുകളിൽ നിന്ന് രക്ഷപ്പെടാം. പക്ഷേ സ്റ്റെൽത്ത് ഉപയോഗിച്ചാൽ ഇൻഫ്രാറെഡിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം F-35 എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ F-15 കാറ്റഗറിയിലുള്ള വിമാനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പറക്കുന്ന സൂപ്പർ കമ്പ്യൂട്ടറാണ്. അപ്പൊ അതിന് അത്രയും എനർജി വേണം. ആ എനർജി കൊടുക്കുന്നത് വൈപ്രറ്റ്നെ എന്ന് പറയുന്ന ലോക്കിഡ് മാർട്ടിൻ ഉണ്ടാക്കിയിട്ടുള്ള എഞ്ചിനാണ്. അപ്പൊ ആ എഞ്ചിൻ അത്രയും ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അപ്പോ ഇൻഫ്രാറെഡ് മിസൈലുകൾ എന്താ ചെയ്യുക? അവരുടെ റഡാറുകൾ ഹീറ്റാണ് ഒബ്സർവ് ചെയ്യണം. അതായത് എഞ്ചിൻ താഴ്ന്നു പറന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഇൻഫ്രാറെഡ് റഡാറുകൾക്ക് ഇതിന്റെ ഹീറ്റ് പിടിച്ചെടുത്തിട്ട് അതിലേക്ക് ആക്രമിക്കാൻ കഴിയും. അങ്ങനെയാണ് ഇതിന് മുന്നൊരു ഫൈറ്ററിനെയും ഇറാൻ അടിച്ചതും ഈ ടെക്നോളജി വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഇപ്പൊ F-15 അടിച്ചതും A-10 അടിച്ചതും സെയിം ടെക്നോളജിയാണ്. അപ്പോ ഇതിന്റെ രത്ന ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F-15 അടിച്ച് താഴിട്ടു ഇറാൻ, അതേപോലെ A-10 അടിച്ച് താഴിട്ടു. നഷ്ടപ്പെട്ടു പോയ പൈലറ്റിനെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ രക്ഷാശ്രമത്തിൽ 2 അവരുടെ $100 മില്യൺ ചെലവ് വരുന്ന ഹെലികോപ്റ്ററുകൾക്ക് വെടിയേറ്റു. അതുകൂടാതെ F-35 എന്ന് പറഞ്ഞ അവരുടെ ഫൈറ്റർ ജെറ്റിന് വെടിയേറ്റു. അപ്പോൾ F-35 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ US പ്രസ്റ്റേജ് ആയിട്ടുള്ള ഫൈറ്റർ ജെറ്റാണ്. അതിന് വെടിയേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അമേരിക്കയുടെ അഭിമാനത്തിൽ തൊട്ട് കളിക്കുന്ന പരിപാടിയാണ്. കാരണം അത്രയും സ്റ്റെൽത്ത് ആണ്, അത്രയും ടെക്നോളജി അതിൻ്റെ ഉള്ളിലുണ്ട്. അത് പറക്കുന്ന സൂപ്പർ കമ്പ്യൂട്ടറാണ്. പക്ഷേ ഇതിന് ഇറാൻ ഹിറ്റ് ചെയ്യാൻ ഉപയോഗിച്ച മിസൈൽ എന്ന് പറയുന്നത് 358 എന്ന് പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട ഒരു ഇറാന്റെ മിസൈലാണ്. സ്പെഷ്യൽ മിസൈലാണ്. ഈ മിസൈലിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ മിസൈൽ ആദ്യം തൊടുത്താലും ടാർഗറ്റ് ലോക്ക് ചെയ്തിട്ട് തൊടുക്കുകയാണെങ്കിലും ഇത് നേരെ ഡയറക്റ്റ് പോയിട്ട് ഹിറ്റ് ചെയ്യല്ല ചെയ്യുക. ഇത് ആകാശത്തിലേക്ക് എത്തിയിട്ട് അവിടെ എയറിൽ തന്നെ അവിടെ നിൽക്കും. അതായത് ഹൈഡ് ചെയ്ത് നിൽക്കും എയറിന്റെ ഉള്ളിൽ. ഹൈഡ് ചെയ്ത് നിൽക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മേഘത്തിന്റെ ഉള്ളിൽ പോയി ഹൈഡ് ചെയ്ത് നിൽക്കാന്നല്ല. അതായത് അത് ട്രേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പെട്ടെന്ന് പോയി സഞ്ചരിക്കാതെ ഒരു പൊസിഷനിൽ വന്ന് നിൽക്കും. സ്റ്റാൻഡ് ഓഫ് ആയിട്ട് നിൽക്കും. എന്നിട്ട് വീണ്ടും ടാർഗറ്റ് അടുത്തെത്തുമ്പോൾ പെട്ടെന്ന് പോയി ഹിറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനൊരു അളവുള്ള മിസൈൽ ഉപയോഗിച്ച കാരണമാണ് F-35 ഹിറ്റ് കിട്ടിയത്. പക്ഷേ F-35 സാരമായ പരിക്കുകളുണ്ട്, പക്ഷെ തകർന്നിട്ടില്ല. അപ്പോ ഗൈസ് ഞാൻ വീഡിയോ ചുരുക്കിയാണ്. അതിന് മുമ്പ് ഒരു കാര്യം കൂടിയും പറഞ്ഞോട്ടെ. നമ്മളിപ്പോ ഈ വാറുകൾ തുടങ്ങിയപ്പോൾ പല കാര്യങ്ങൾ കണ്ടു അല്ലെ. അതായത് $1 ബില്യൺ $1 ട്രില്യൺ
ടെക്നോളജികൾ ഉപയോഗിച്ചിട്ടുള്ള വെപ്പൺസ് എല്ലാം ഒരു സാഹചര്യം വരുമ്പോൾ പെട്ടെന്ന് ഒരു പോയിന്റിൽ ഇറലവൻ്റ് ആവണമെന്ന് നമ്മൾ കാണുന്നുണ്ട്. കാരണം ടെക്നോളജീസ് കീപ് ഇവോൾവിംഗ് ആണ്. അതായത് ഇപ്പോൾ വാറിലൊക്കെ നമ്മൾ ഈ പുറമെ കാണുന്ന ChatGPT, ജെമിനി പോലെയുള്ള AI വലിയ അഡ്വാൻസ് ലെവലിലുള്ള AI ആണ് വാറിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ വാർ നടന്നാൽ തന്നെ ടെക്നോളജി ഡെവലപ്പ് ആവും, അതൊരു സത്യമാണ്. പക്ഷെ എന്നാലും ഇവ ടെക്നോളജി ഈസ് ഇവോൾവിങ്, അത് നമുക്ക് മറക്കാൻ പറ്റൂല. കാരണം അമേരിക്കയുടെ കയ്യിൽ F-35 ഉണ്ട്, F-15 ഉണ്ട്, A-10 ഉണ്ട്, ബോയിങ് ഉണ്ട്, ക്രാഫ്റ്റുകൾ ഉണ്ട്. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ സ്റ്റെൽത്ത് ആണ് അവയെല്ലാം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ ഭയങ്കര പക്ഷെ നിങ്ങൾ നോക്കിക്കോളൂ, അമേരിക്കയുടെ താടിനടിക്കാനായിട്ട് ഇറാൻ ചെറിയൊരു ഡ്രോണാണ് യൂസ് ചെയ്യുന്നത്. അതായത് ചീപ്പായിട്ട് എഫക്റ്റീവായിട്ട് എങ്ങനെ ഔട്ട്പുട്ട് കൊടുക്കാം എന്നുള്ളതിലാണ് റിസൾട്ട് വേണ്ടത്. ഇപ്പോൾ വാർ ഇസ് കീപ്പ് ഇവോൾവിംഗ് ആണ്. അവിടെ ഇപ്പോൾ സ്റ്റെൽത്ത് ഇപ്പോൾ ഇറലവൻ്റ് ആണ്. ഇലവൻ്റ് അല്ലാട്ടാ, ശരിക്കും റഡാറിനൊക്കെ പൊളിപ്പിക്കാൻ പറ്റും. പക്ഷെ ഒരു താഴ്, കള്ളന് പൊളിക്കാൻ പറ്റാത്ത ഒരു താഴ് കണ്ടുപിടിച്ചാൽ അത് കുറെ നാൾ കഴിയുമ്പോൾ അത് തുറക്കാനുള്ള താക്കോല് വേറൊരാൾ കണ്ടുപിടിക്കുമെന്ന് പഴമക്കാർ പറയില്ലേ, അതേപോലത്തെ ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായിരിക്കണം. അതായത് എന്താണ്, അമേരിക്കയുടെ സ്റ്റെൽത്തിനെ ബൈപ്പാസ് ചെയ്യാനായിട്ട് ഇവിടെ എന്തുണ്ടായിരിക്കണം, ഇൻഫ്രാറെഡ് വെച്ചിട്ട് സ്റ്റെൽത്തിനെ ബൈപ്പാസ് ചെയ്യാവുന്ന പുതിയൊരു അറിവ് ഇറാൻ ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പൂട്ട് പൊളിക്കാനായിട്ട് അമേരിക്ക വീണ്ടും പണിയെടുക്കും. ലോക്കിഡ് മാർട്ടിൻ നമുക്കറിയാം, 2000 ലോക മഹായുദ്ധം മുതൽ ഈ യുദ്ധരംഗത്തുള്ള കമ്പനികൾ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോർപ്പറേഷനാണ് US എക്കണോമി 40% ഉള്ള എക്കണോമിനെ മുന്നോട്ട് കൊണ്ടുപോകണം നമുക്കറിയാം. അപ്പം ടെക്നോളജീസ് കീപ്പ് ഇവോൾവിങ്. അപ്പോൾ വാർ നടക്കണമെങ്കിലും അതിന് പിന്നിൽ ഉള്ള രസകരമായ ടെക്നോളജിയുടെ പരിണാമം അത് നമ്മൾ കാണാതെ പോകരുത്. അതിൽ വളരെ കൗതുകകരം ഉണ്ടാകുന്ന രീതിയിലുള്ള പരിണാമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഗൈസ്, ഞാൻ എന്തായാലും വീഡിയോ കൂടെ വൈൻഡപ്പ് ചെയ്യണം. ഞാൻ ഒരു കാര്യം പറയട്ടെ, തുടക്കത്തിൽ പറയേണ്ടായിരുന്നു, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ബെല്ലൈക്കൺ അമർത്താം, പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇന്ന് വേറെ കുറേ പരിപാടികളുണ്ട് ഗൈസ്, അപ്പോൾ അതിനൊക്കെ പോകണം. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ്.